ഹേ ഗൈസ്, ഇന്നലാണെങ്കിൽ നമ്മൾ ഇന്ത്യൻ ബൈക്ക് ഡ്രൈവിങ്ങിൽ അപ്ഡേറ്റ് വന്നിരുന്നു. ഒരു നൈറ്റൊക്കെ ആകുമ്പോഴാണ് അപ്ഡേറ്റ് വന്നത് തോന്നുന്നത്. ഞാൻ ഇന്നലെ നൈറ്റിലാണ് അപ്ഡേറ്റ് വന്ന കാര്യം അറിഞ്ഞത്. എപ്പോഴാണ് അപ്ഡേറ്റ് വന്നത് അറിയില്ല. പിന്നെ കോഡ് അടിച്ച 3500 അടിച്ച് നിങ്ങൾക്ക് നിസാൻ GT-R കിട്ടും. പിന്നെ പുതിയ കൺസ്ട്രക്ഷൻ ഏരിയ വന്നിട്ടുണ്ട് എന്നൊക്കെയാണ് പറയണത് കേട്ടത്. നമുക്കൊന്ന് കൺസ്ട്രക്ഷൻ ഏരിയ നടക്കണോടത്ത് പോയി നോക്കിയല്ല. ചെറിയൊരു വിഷമമുള്ള കാര്യം എന്ന് വെച്ചാൽ ഇവർ ഷോറൂമുള്ള സ്ഥലത്തായിരുന്നു ഇവർ കൺസെൻട്രേഷൻ ഏരിയ കൊണ്ടുവച്ചത്. അവിടുന്ന് ആ ഷോറൂം റിമൂവ് ആക്കിയെന്ന് തോന്നുന്നു ഇവർ. കാരണം ഷോറൂം ഞാൻ നമ്മളെ സിറ്റിയിലുള്ള കുറേ സ്ഥലങ്ങളിൽ ഞാൻ തപ്പിയിട്ടും നമ്മളെ ഷോറൂം ഞാൻ കണ്ടുപിടിച്ചില്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു ഷോറൂം നമ്മളെ രോഹിത് മച്ചാൻ എടുത്ത് കളഞ്ഞെന്ന് തോന്നുന്നു. ഇതെന്തത് ഫ്ലിപ്പൊക്കെ അടിച്ച് പോണ്. സോറി, ഫ്ലിപ്പല്ല, കറങ്ങി തിരിഞ്ഞിട്ടൊക്കെയാണ് പോണത്. അപ്പോൾ നേരെ കാണുന്നതാണ് കൺസ്ട്രക്ഷൻ ഏരിയക്കുള്ള എൻട്രൻസ്. ഇപ്പോൾ ഇവിടെ എന്താണ് വലിയ ഹൈവേ ആക്കാനുള്ള പരിപാടി തോന്നുന്നു ഇവർ. ഇവിടെ 2 ഫാക്ടറി പോലെ എന്തോ ഒരു സംഭവമൊക്കെ ഉണ്ട്. നമുക്ക് ഒന്ന് ഇറങ്ങി നോക്കി നോക്കാം. അതാ ഈ ചെങ്ങായി, ഇതാണ് എനിക്ക് പണ്ടാറാൻ ഇഷ്ടമില്ലാത്ത ഈ ഗെയിം. എനിക്ക് തീരെ ഇഷ്ടമല്ല. ഈ ഇടക്കിടക്ക് ഈ ബഗ് അടിക്കണതാണ് പ്രാന്ത്. ഇതാണ് കേസ് നമ്മളെ ഫാക്ടറി. കണ്ട 2 ഇത് നമ്മളെ GTA 5 ഉള്ള അതേ ഒരു സംഭവമാട്ടെ. ഞാനിങ്ങനെ റോൾ പ്ലേ ഒക്കെ കളിക്കുമ്പോൾ കാണാറുണ്ട് GTA 5. അപ്പോൾ അവിടെ ഇങ്ങനത്തെ ഒരു ഫാക്ടറിയിലൊക്കെ പോകണത് കാണാറുണ്ട്. അപ്പോൾ ഇതാണ് 2 ബിൽഡിങ്ങിൻ്റെ പണിയുണ്ട്, ഫ്രണ്ടിൽ നടക്കുന്നുണ്ട്. ചിലപ്പോൾ ഭാവിയിൽ അവിടെ വല്ല വീട് അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയി വരാനാവും. 3 എണ്ണത്തിൻ്റെ പണി തോന്നുന്നു കേസ്. പിന്നെ ഇതിൻ്റെ നടുക്കിലായിട്ടൊരു ക്രെയിനും കൊടുന്ന് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ അതിൻ്റെ മുകളിൽ കയറാനൊന്നും പോകണില്ല. അപ്പം നമ്മൾ മെയിൻ കണ്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ നിസാൻ GT-Rഉം സൂപ്പറെ ഇന്ന് നമ്മളൊരു ഡ്രാഗ് റേസ് നടത്താൻ പോവാണ് ഗൈസ്. നമ്മളെ എയർപോർട്ടിൽ വെച്ചിട്ട് നമുക്കൊരു റേസ് നടത്തി വെക്കാം. നമുക്ക് നേരെ എയർപോർട്ടിൽ വിടാം. സോ ഗൈസ്, നമ്മൾ എയർപോർട്ടിൽ എത്തിയിട്ടുണ്ട്. നമ്മളെ നിസാൻ GT-Rഉം നമ്മളെ സൂപ്പറെ ഇവിടെ കൊടുന്ന് നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മളെ സൂപ്പർ എടുത്ത് ഇന്ന് റേസ് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം. സൂപ്പറെ എല്ലാവരും പറയുന്നത് സൂപ്പറുടെ അത്ര സ്പീഡ് തന്നെ ഉള്ളൂ നിസാൻ GT-Rന്. നമുക്ക് ഇന്നറിയാം, ഇപ്പം അറിയാം നമുക്ക് ഏതിനാണ് സ്പീഡ് കൂടുതലെന്ന്. നമ്മൾ ടൈമർ സ്റ്റാർട്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ എത്ര സെക്കൻഡിൽ നമ്മളെ സൂപ്പർ അങ്ങോട്ട് എത്തണമെന്ന് നമുക്ക് നോക്കാം. എത്രയിലാണ് അത്യാവശ്യം നല്ല സ്പീഡിൽ പോകണമെന്നുണ്ട് കേട്ടോ. സൂപ്പർ കാണുന്ന പോലെ ഒന്നല്ല, നല്ല സ്പീഡുണ്ട്. 20 സെക്കൻഡിലാണ് നമ്മൾ സൂപ്പർ ഇങ്ങോട്ട് എത്തിയിട്ടുള്ളത്. നമ്മുടെ നിസാൻ GT-R നമുക്ക് എന്താണ് ടെസ്റ്റ് ചെയ്ത് നോക്കാം ഗൈസ്. നമ്മളെ സൂപ്പറെ കണ്ടല്ലോ ഇങ്ങോട്ട് ബഗ് അടിച്ചിട്ട് അപ്പുറത്തേക്ക് തെറിച്ചു പോയിട്ടുണ്ടായിരുന്നു. ഇനി അതുപോലെ നമ്മളെ നിസാൻ GT-R ആവുമെന്നൊരു പെടുത്തല്ല. ഇവിടെ നിസാൻ GT-Rഉം പോകുന്നുണ്ട്. എത്ര സെക്കൻഡിലാണ് അങ്ങോട്ട് എത്താം. ഇല്ല, സൂപ്പറുടെ അത്ര സ്പീഡാന്ന് ആരാടാ പറഞ്ഞത്? ഇതെന്ത് കൈ സ്പീഡിന്ന് പറക്കാണ്. ഇത് 15 സെക്കൻഡ് കൈസ്. ഇതെന്ത് ബഗ് അടിച്ച് 15 സെക്കൻഡിൽ നമ്മൾ നിസാൻ GT-R ഇങ്ങോട്ട് എത്തിയ. അപ്പോൾ ഇതിൻ്റെ വിന്നർ ഇന്ന് നിസാൻ GT-R ആട്ടാ. അപ്പോൾ സൂപ്പർ 20 സെക്കൻഡും നിസാൻ GT-R ആകെ 15 സെക്കൻഡുമാണ് ഇങ്ങോട്ട് വരാൻ വേണ്ടി എടുത്തത്. നിന്നെ